മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭം ബറോസിനെതിരെ പകർപ്പവകാശ ലംഘനം ആരോപിച്ച് ജർമ്മൻ മലയാളിയായ എഴുത്തുകാരൻ ജോർജ് തുണ്ടിപ്പറമ്പിൽ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ബറോസ് ദി ഗാർഡിയൻ ഓഫ് ദി ഗാമയുടെ നിർമ്മാതാക്കൾക്ക് ജോർജ് വക്കീൽ നോട്ടീസ് അയച്ചു. ബറോസിന്റെ കഥയും 2008 ജോർജ് തുണ്ടിപ്പറമ്പിൽ എഴുതി പുറത്തിറക്കിയ മായ എന്ന നോവലും തമ്മിൽ സാമ്യമുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് TK രാജീവ് കുമാറാണ്. ഓണം റിലീസായ ചിത്രം എത്തുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് പുതിയ പ്രതിസന്ധി. സിനിമ റിലീസ് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജിജു പുന്നൂസ്, മോഹൻലാൽ, TK രാജ്കുമാർ എന്നിവരോട് എഴുത്തുകാരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ലീഡ് റോൾ അഭിനയിക്കുന്നതും മോഹൻലാൽ തന്നെയാണ്. ജോർജിന്റെ മായ എന്ന പുസ്തകം 2008 ഏപ്രിലിൽ കൊച്ചിയിൽ വച്ച് എഴുത്തുകാരനും കോൺഗ്രസ് നേതാവുമായ ശശി തരൂർ MP പ്രകാശനം ചെയ്തത്. കാപ്പിരി മുത്തപ്പൻ എന്ന മിത്തിനെക്കുറിച്ച് ഫോർട്ട് കൊച്ചിയിൽ പ്രചാരത്തിലുള്ള മിത്താണ് ഈ പുസ്തകത്തിന്റെ പ്രമേയം. വാസ്കോഡഗാമ നിധി സംരക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു ആഫ്രിക്കൻ അടിമയുടെ ആത്മാവ് കാപ്പിരി മുത്തപ്പൻ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വാസ്കോഡഗാമയുടെ പിൻഗാമി പോർച്ചുഗലിൽ നിന്ന് തിരിച്ചു വരുന്നതുവരെ നിധികൾ സംരക്ഷിക്കാൻ അടിമയെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇതാണ് കഥയുടെ പശ്ചാത്തലം. കാപ്പിരി മുത്തപ്പന്റെ പുരാണകഥ പ്രചാരത്തിലുള്ളതാണെന്നും പകർപ്പവകാശം ഇല്ലെന്നും ജോർജ് തന്റെ വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട്. എന്നാൽ ജോർജ് ഈ പുരാണ ആശയത്തെ ഒരു കഥാസന്ദർഭമാക്കുകയും അത് ആവിഷ്കരിക്കുകയും ചെയ്തത് 18കാരിയായ പെൺകുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെയാണ്. ഇതാണ് മായ. മായയ്ക്ക് മാത്രമാണ് സാധാരണ ദിവസങ്ങളിൽ കാപ്പിരിയെ കാണാനും സംസാരിക്കാനും സാധിക്കുക. കാപ്പിരി മുത്തപ്പൻ മായയെ താൻ കാത്തുസൂക്ഷിക്കുന്ന നിധിയുടെ അവകാശിയായി പിന്നീട് തിരിച്ചറിയുന്നുണ്ട്. ഇതാണ് മായ എന്ന നോവലിന്റെ ഇതിവൃത്തം. ഈ സ്റ്റോറി ലൈനിന് പകർപ്പവകാശമുണ്ടെന്നാണ് നോട്ടീസിൽ വിശദീകരിക്കുന്നത്. തന്റെ പുസ്തകം പുറത്തിറങ്ങി വർഷങ്ങൾക്ക് ശേഷം പ്രഖ്യാപിച്ച ബറോസിന്റെ പ്രമേയം തന്റെ നോവലിനോട് വളരെ സാമ്യമുള്ളതാണെന്നാണ് ജോർജ് വാദിക്കുന്നത്. വിപണിയിൽ ഒരിടത്തും തനിക്ക് സമാനമായ കഥാസന്ദർഭമുള്ള മറ്റൊരു പുസ്തകം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മായ എന്ന തന്റെ പുസ്തകത്തിന് സമാനമായ നിരവധി കഥാസന്ദർഭങ്ങൾ ബറോസിനെ കുറിച്ച് ഇതുവരെ പുറത്തുവന്ന വിവരണങ്ങളിൽ കണ്ടെത്താനായെന്നും ജോർജ് അവകാശപ്പെടുന്നു. 2016 മായ എന്ന പുസ്തകത്തിന്റെ ഒരു കോപ്പി തന്റെ സുഹൃത്ത് രാജീവ് കുമാറിന് കൊടുത്തുവെന്നും ജോർജ് അവകാശപ്പെടുന്നു. ജിജു പുന്നൂസുമായി ചേർന്ന് നോവൽ സിനിമയാക്കുന്നത് സുഹൃത്തിനോട് പറഞ്ഞിരുന്നുവെന്നും ജോർജ് പറയുന്നു. 2017 ഒരു ആഫ്രോ ഇന്ത്യൻ പോർച്ചുഗീസ് മിത്തിനെക്കുറിച്ച് ജിജു പുന്നൂസ് എഴുതിയ ഒരു പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് ബറോസിന്റെ തിരക്കഥയെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വാർത്തകൾ. എന്നാൽ പിന്നീട് ഇത് തന്റെ തിരക്കഥയല്ലെന്നും സംവിധായകൻ TK രാജീവ് കുമാറിന്റെ സഹായത്തോടെ മോഹൻലാലിന്റെ തിരക്കഥയിൽ നിന്ന് മാറ്റി എഴുതിയതാണെന്നും ജിജു പുന്നൂസ് പറഞ്ഞിരുന്നു.